ഇന്നൊരു സാഹസം കാണിച്ചത് കേട്ടോ. കുറേ ദിവസമായി ഞാൻ കാണുന്നുണ്ട് ഷോർട്ട് വീഡിയോസിലും അതുപോലെ തന്നെ പലരുടെയും വീഡിയോസിൽ കണ്ടു ഇങ്ങനെ പുട്ടുകുറ്റിയിൽ പലതരം റെസിപ്പീസ്. ആദ്യം ഞാൻ പപ്പടം പൊടിച്ചത് ചേർത്തു, പിന്നെ നല്ല കുത്തിരി ചോറ് ചേർത്തു, പിന്നെ പയർ തോരൻ ചേർത്തു, അതിൻ്റെ മുകളിൽ വീണ്ടും ചോറ് ചേർത്തു. അത് കഴിഞ്ഞിട്ട് നല്ല മാങ്ങാപ്പിക്കിൾ ഒരു ലെയറായിട്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ മാങ്ങാപ്പിക്കിളും. അതിൻ്റെ മുകളിലായിട്ട് മോര് കൂട്ടാൻ, നല്ല തിക്കായിട്ടുള്ള മോര് കൂട്ടാനാണ് കേട്ടോ, അതും ഒഴിച്ചു കൊടുത്തു. വീണ്ടും ചോറ് ചേർത്തു. വല്ല കാര്യം ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷേ ഞാൻ കുറച്ച് മനസാക്ഷി കാണിച്ചു. അതാണ് ഇവിടെ പ്രശ്നമായത്. ഞാൻ അധികം പ്രസ് ചെയ്തില്ല. ആ വീഡിയോയിലൊക്കെ അവരെല്ലാവരും നന്നായി പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിക്കാതെ വലിയ പാവത്തം വിചാരിച്ച് കുറച്ച് സന്മനസ്സൊക്കെ കാണിച്ചിട്ട് കുറച്ച് അധികം പ്രസ് ചെയ്യാതെ അതിൻ്റെ മുകളിൽ പപ്പടമൊക്കെ വെച്ച് കുറച്ച് പൊട്ടറ്റോ ഫ്രൈ ചെയ്തതൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നല്ല രസമായിട്ട് ഇതിനെ ഇങ്ങനെ ആക്കി പുട്ടുകുറ്റിയിലെടുത്ത് വെച്ചു. അപ്പോൾ സംഭവം അതുവരെ ഓക്കെയാണ്. പിന്നെ അങ്ങോട്ട് പ്രതീക്ഷയാണ്. ഈ ആന വരും എന്നൊക്കെ പറയുന്ന പോലെയാണ് ആവി വരുന്നതും കാലത്ത് ഞാൻ നിന്നത്. ദേ ഇപ്പോൾ വരും വന്നു കഴിഞ്ഞപ്പോൾ സംഭവമാണ്. അങ്ങനെ കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങൾ അങ്ങനെ കടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേണ്ട വരുന്നു. ആനയല്ല, ആവി വന്നു. നല്ല രസമുണ്ട് കാണാൻ. അതിങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ വളരെ ക്ലോസ് ആയിട്ട് തന്നെ ആവി വരുന്നതൊക്കെ എടുക്കണമെന്ന് വെച്ച് ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ പതിയെ അതിൽ നിന്ന് ആവി ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ചെറുതായി വന്നു തുടങ്ങിയപ്പോൾ കാണാൻ നല്ല രസം തോന്നി. ആഹാ, എന്നാൽ കുറച്ചുകൂടെ കൂടുതൽ വരട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആവി ഇങ്ങനെ വന്ന് അത് നന്നായിട്ട്, സാധാരണ പുട്ടൊക്കെ വെന്ത് വരില്ലേ, അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നല്ല രസമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഞാൻ പ്ലേറ്റിലോട്ട് ഇടുമ്പം എങ്ങനെ വരണം, പുട്ട് ഒക്കെ ഇടുന്ന മാതിരി നല്ല ലെയറായിട്ട് ചോറ് വരണം എന്ന വിശ്വാസത്തോടു കൂടി വരാതെ ഇവിടെ പോകാൻ അതെന്തായാലും വരുമല്ലോ. അപ്പോൾ അന്ന് വിചാരിച്ചിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് ഈ സംഭവം എടുത്തു ഇങ്ങനൊന്ന് കുത്തിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഇങ്ങനെ കുത്തി എന്താണെന്നറിയോ, നന്നായിട്ട് തള്ളി മറിച്ച് ഇടാം എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ പിന്നെ ഞാൻ ഇതുപോലെ കുഴച്ച് കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ നല്ല രീതിയിൽ ഫ്ലോപ്പായിപ്പോയി. ഇനി നല്ല രസമായിട്ട് ഒന്ന് ബലമൊക്കെ കൊടുത്ത് പ്രസ് ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് വരാട്ടോ. അല്ലാതെന്ത് പറയാനാ.